ഹായ്, എംദിലിലേക്ക് സ്വാഗതം. ഞാനാണ് സ്വാതി ഗുപ്ത, ക്രിയേറ്റീവ് ഡയറക്ടർ ബോഡിക്രാഫ്റ്റ്. ഹീറ്റില്ലാതെ മുടി എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് നമുക്കിന്ന് കാണാം. മുടി ഹീറ്റാക്കി സ്റ്റൈൽ ചെയ്യുക എന്നത് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കാറുള്ള വിദ്യ തന്നെയാണ്. അതായത് ഡ്രയേഴ്സ്, അയൺസ്, ഇതൊക്കെ തീർച്ചയായും മുടിയുടെ ടെക്സ്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് മുടിയുടെ തിളക്കം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ക്വിക്ക് ടിപ്സ്, അതായത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് നിങ്ങളുടെ മുടിക്ക് നാച്ചുറലായിട്ടൊരു തിളക്കം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നാച്ചുറലായിട്ട് വേവി ആയിട്ടുള്ള ഒരു ഹെയർ, ഇത് നിങ്ങൾ കുറച്ച് ലെയർഡ് ആക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. വേവ്സിന് ഏറ്റവും യോജിച്ച കട്ട് ലെയർ കട്ട് തന്നെയാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മുടി നന്നായി വാഷ് ചെയ്യണം എന്നത് തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുടി ഒരു 80 മുതൽ 90% ഡ്രൈ ആയിരിക്കേണ്ടതാണ്. ചെറിയൊരു നനവുണ്ടായിരിക്കാം, പക്ഷേ വെറ്റ് ഹെയർ ആയിരിക്കരുത്. എന്നാൽ ഈ സ്റ്റൈൽ ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയൊരളവിൽ മൂസ് ഉപയോഗിക്കുന്നത് ഇതിന് വളരെ പ്രയോജനകരമായിരിക്കും. ആദ്യം എല്ലാ മുടിയും കൂടെ ഇങ്ങനെ മേലോട്ട് ഉയർത്തുക. ശരിക്കും ഇതൊരു ഹൈ പോണി ഇടുന്ന പോലെ ഇങ്ങനെ മേലോട്ട് പിടിക്കണം. എന്നിട്ട് ഈ പോണിയിലേക്ക് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. ഈ സ്റ്റൈൽ ഉണ്ടാക്കാൻ ഇത് വളരെ ഈസി ആയിരിക്കും. ഇത് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം മുടി ഇങ്ങനെ മേലോട്ട് ഉയർത്തി ഈ ഭാഗം ഇങ്ങനെ ഇൻസൈഡ് കേളിങ് കൊടുക്കുക. ഇതുപോലെ ഇൻസൈഡ് ഇങ്ങനെ കേൾ ചെയ്തുകൊണ്ട് വരിക. എന്നിട്ട് ഇതിലേക്ക് ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഇട്ട് നിങ്ങൾക്കിത് സ്റ്റൈൽ ചെയ്യാം. ഏതു തന്നെ ആയാലും അത് ഒരു 20-25 മിനിറ്റോളം ഈ മുടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന വിധത്തിൽ വെക്കേണ്ടതാണ്. എങ്കിലേ ഹെയർ സ്റ്റൈലാവൂ. എന്നിട്ടിത് ഇങ്ങനെ ലീവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇത് വേവി ആയിട്ട് നല്ല ഒരു ലുക്ക് തരും. അതായത് നല്ല ഒരു കെട്ടിവെക്കാതെയോ പിന്നിടാതെയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിട്ടാൽ പോലും മുടി കാണാൻ നല്ല ഭംഗി തോന്നും. ഇങ്ങനെ കേളി ആയിട്ട് വേവി ആയിട്ട് കിടക്കും. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ വോള്യൂം ഇല്ലാത്ത മുടി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഭാഗത്ത് കൃത്യമായും ഡെൻസിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇവിടം അല്പം ഒന്ന് ഉയർത്തി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയുള്ളൊരു സ്റ്റൈലായിട്ട് എല്ലാവർക്കും തോന്നും. അങ്ങനെ ആകുവാൻ ഏറ്റവും നല്ലൊരു ഉപായം എന്താണെന്നാൽ ഈ സ്ഥലം ഹൈ ആക്കുക. നിങ്ങളുടെ മുടിക്ക് അല്പം നീളമുണ്ടെങ്കിൽ അത് കുറച്ച് ഷോർട്ടായിട്ട് ലെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിംഗ് കിട്ടും. മുടി ഇങ്ങോട്ടിടുമ്പോൾ വളരെ നാച്ചുറലായിട്ട് തോന്നും. അതിന് നിങ്ങൾക്ക് ഈ റോളേഴ്സ് വളരെ നന്നായി പ്രയോജനപ്പെടും. ഇത്തരമൊരു റോളർ നിങ്ങൾക്ക് ഏത് ബ്യൂട്ടി പ്രോഡക്റ്റ് കടയിൽ ചെന്നാലും ഈസി ആയിട്ട് ലഭിക്കും. മീഡിയം സ്റ്റൈൽ, അതായത് ഇത്തരമൊന്ന് മതിയാകും. കാരണം ഇതാകുമ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു സ്റ്റൈൽ ഉണ്ടാക്കി തരും. ബാക്കിയുള്ള ഹെയറിന് പ്രശ്നവും ഉണ്ടാവില്ല. ആദ്യം മുൻപിലത്തെ ഹെയറിൻ്റെ ഒരു ചെറിയ സെക്ഷൻ ഇങ്ങനെ മേലോട്ട് എടുക്കുക. ഐബ്രോസിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ ആങ്കിൾ മൂവ്മെൻറ്റിൽ മേലോട്ട് ഇങ്ങനെ എടുക്കണം, സെക്ഷൻ ആക്കണം. ഇത് ഒരു ഹോഴ്സ് ഷൂ ഷേപ്പ് സെക്ഷനാണ് നിങ്ങളുടെ തലയുടെ മുകളിൽ. പിന്നെ ഇതിൻ്റെ പാരലൽ സെക്ഷൻസ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് റോളേഴ്സ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്നത് വോള്യൂം മ്യൂസസ് ആണ്, അല്ലെങ്കിൽ സ്പ്രേസും ഉപയോഗിക്കാം. അത് റോളേഴ്സ് ഇടുന്നതിന് മുമ്പ് തന്നെ മുടിയിലേക്ക് ഉപയോഗിക്കാം. എന്നിട്ട് സിംപ്ലി മുടിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പിന്നുപയോഗിക്കാം. അപ്പോൾ റോളേഴ്സ് അനങ്ങാതെ ഇങ്ങനെ ഫിക്സ് ആയിക്കോളും. ഇത് ഉപയോഗിക്കുമ്പോൾ മുടി ഒരിക്കലും നനഞ്ഞിരിക്കരുത്. ഡ്രൈ ഹെയറിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെറ്റ് ഹെയറിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ ഭാഗത്ത് 2-3 റോളേഴ്സ് മാത്രം മതിയാകും. മാക്സിമം എത്ര നേരം വെക്കാൻ പറ്റിയാലും അത് നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ. അത് എടുക്കാനൊന്നും പോകണ്ട. എപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നോ അപ്പോൾ മാത്രം ഇതെടുത്ത് കളയാം. ഈ സ്റ്റേജിൽ ഞങ്ങൾ പിൻസ് ഉപയോഗിക്കുകയാണ്. എന്നിട്ടിത് 15 മുതൽ 20 മിനിറ്റ് വരെ അനക്കാതെ വെച്ചോളണം. എന്നിട്ട് പുറത്തേക്ക് പോകാൻ സമയമാകുമ്പോൾ മാത്രം ഇതെടുത്ത് മാറ്റുക. വോള്യൂം കൂടുതൽ കിട്ടാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഹെയറിൽ ഇത് കോംബ് ചെയ്യുന്നതും വളരെ നല്ലൊരു ഐഡിയ തന്നെയാണ്. നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഈ മുടി ഇടാൻ പോവുകയാണെങ്കിൽ ഇത് റൈറ്റിലേക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മുടിക്ക് വോള്യൂം കൂടിയ പോലെ തോന്നിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതൊരു നല്ല സ്റ്റൈലായിട്ടും തോന്നുന്നതാണ്. ഇപ്പോൾ ഇത് നേരെ ഇങ്ങനെ മുമ്പോട്ട് ചീവിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത്
ദേ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ മോളിൽ ബൗൺസ് ചെയ്ത് നിന്നോളും. അല്ലെങ്കിൽ കുറച്ച് മുടി ഇങ്ങനെ മേലോട്ട് എടുത്തിട്ട് അത് ദേ ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ കോംബ് ചെയ്യണം. അതായത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്ക് കോംബിങ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ വോളിയം ഉള്ള പോലെ തോന്നിക്കും. എല്ലാം സെക്ഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ബാക്ക് കോംബിങ് ചെയ്തിട്ട് ഒരുപാട് അങ്ങനെ ചെയ്യണ്ട, കുറച്ച് ചെയ്തിട്ട് ഇങ്ങനെ മുടി മുഴുവൻ ചീവി കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു പിന്ന് കുത്തുക. നോക്കിയേ എത്ര ഭംഗിയാണെന്ന്. വേണമെങ്കിൽ ഇവിടെ ഒരു ശകലം മുടി ഇങ്ങനെ മുമ്പോട്ടിടാം. അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മതി. എത്ര മേലോട്ട് വേണം താഴോട്ട് വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്വന്തം തീരുമാനം. എന്നിട്ട് കുറച്ച് ക്ലിപ്സ് ഇടുക. വേണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് മാത്രം കുറച്ച് ഫ്ലിഞ്ച് ഇങ്ങനെ മുന്നോട്ടിടാവുന്നതാണ്. അത് കുറച്ചുകൂടി സൗന്ദര്യമുള്ള പോലെ തോന്നിക്കും. പുറകിലത്തെ മുടി എന്ത് ചെയ്യണമെന്നുള്ളതും നിങ്ങളുടെ സ്വന്തം തീരുമാനം. വേണമെങ്കിൽ മുമ്പോട്ടിടാം, അല്ലെങ്കിൽ അത് പുറകോട്ട് തന്നെ ഇടാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത് 2 ചെറിയ സ്റ്റൈലുകൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്.